ഏയ് എന്ത് ചിമിച്ചയ ഒന്നുമില്ല. ആ, ഉറപ്പാണല്ലോ അല്ലേ? നിനക്ക് കണ്ടിട്ട് പറയുന്നില്ലല്ലോ. അതെ ചായ, എനിക്കൊന്നുമില്ല. ഞാൻ എന്തുണ്ടെങ്കിൽ പറയില്ലേ. ഇവൾക്കിത് എന്ത് പറ്റി? ചിമ്മി പറഞ്ഞാൽ ശരിയാണല്ലോ. ഇവളെ മുഖം കണ്ടിട്ടൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. അവൾ പറഞ്ഞ കേട്ടില്ലേ, അവൾക്കൊന്നുമില്ലെന്ന്. പിന്നെ പിന്നെ എന്തിനാ നിന്നെ പ്രിൻസിപ്പാൾ വിളിച്ച? നീ അത് പറഞ്ഞില്ലല്ലോ. അതോ, അത് പിന്നെ എന്നെ വിഷയം വിളിച്ചതാണ്. എന്നോട് എനിക്ക് വിഷയം വേണ്ടി വിളിച്ചതാണ്. മറ്റൊരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട്. ഞങ്ങളത് പറയാനാ നിന്നെ ഇതുവരെ കാത്തിരുന്നേ. ഗുഡ് ന്യൂസോ? എന്താണ് ന്യൂജി? കോമ്പറ്റീഷൻ്റെ റിസൾട്ട് വന്നു. താൻ റിസൾട്ട് പറഞ്ഞപ്പോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഓഫീസ് റൂമിൽ പോയതല്ലായിരുന്നു. ഓ അതാണോ? എന്നിട്ട് ആർക്കാ ഫസ്റ്റ്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേന്നോ, അവർക്ക് തന്നെ. നീ എന്നോട് പറഞ്ഞെന്നോ? എപ്പോൾ? ഞങ്ങൾക്കാണോ ഫസ്റ്റ്? യെസ്, നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ്. ഭയങ്കര ക്ലാപ്പിങ്ങും നല്ല അടിപൊളിയായിരുന്നു. ബട്ട് നീ മിസ് ചെയ്തു. നീ എത്ര നേരമായി ഓഫീസിലേക്ക് പോയിട്ട്? ഇവൾക്കെന്താ നമുക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലാത്ത? എന്താ ഇവൾക്ക് പറ്റിയ? എന്തോ പ്രശ്നമുണ്ട്. എന്താ എന്നോടൊന്ന് പറയാത്തെ? എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്തു. തേയും കുക്ക് ചെയ്യും കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞു, അല്ല ഹോബി, യോങ്കി എവിടെ പോയി? യോങ്കിയെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ദാ ഇപ്പം പോയി, ദാ വരാമെന്നും പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ. ആളെ കണ്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവാണേ. എനിക്കെന്തോ നല്ല തലവേദന പോലെ. ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ തലവേദന എടുക്കുന്നുണ്ടോ? അതെന്താ? എന്താ പറ്റി? അതാണ് താനിങ്ങനെ ഡിസ്റ്റർബ്ഡായിട്ട് ഇരിക്കുന്നത്. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരണോ? കുക്കി, നിൻ്റെ ഈ കെയറിങ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഏയ് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട, താൻ ഒറ്റയ്ക്ക് എന്തായാലും പോകണ്ട. താൻ കുക്കിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോവാം. ഞാനും വരാം വീട്ടിലേക്ക്. ഓക്കെ ചായ, എന്നാൽ നമുക്ക് പോയാലോ? എന്നാ വാ, നമുക്ക് പോകാം. അങ്ങനെ ചിമ്മിയും തേയും വീട്ടിലേക്ക് തിരിച്ചു. അവൾക്ക് എന്താ പറ്റി? അവളെന്നെ അവോയ്ഡ് ചെയ്യാണോ? ഞാൻ പെട്ടെന്ന് തന്നെ അവളോടെല്ലാം പറയണം. അവളുടെ അവോയ്ഡിങ് എനിക്ക് പറ്റുന്നില്ലത്. ഡാ ജങ്കു, താനെന്താടാ ആലോചിക്കുന്നേ? കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്തു പറ്റി? നിനക്കും തലവേദന എടുക്കുന്നുണ്ടോ? ഏയ് കിറ്റി, അങ്ങനെയൊന്നുമില്ല. നിനക്ക് തോന്നുന്നതാ. എനിക്ക് എന്താണെന്നറിയില്ല. തേയ പോകുന്നത് ആലോചിച്ചിട്ട് എന്തോ സങ്കടം പോലെ. എനിക്കും എന്തോ പോലെ തോന്നുന്നു. അവൾക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ. കുക്കി, നിനക്കെന്തോ ഫീൽ ചെയ്തോ? അവൾക്ക് നമ്മളെ വിട്ട് പോകാൻ പറ്റുമോ? അവൾക്കെന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്കും തോന്നി. പിന്നല്ലാണ്ട് പോവാതെ. ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ചാൻസ് ഒന്നുമല്ല. അത് പോവാതിരുന്നാൽ അതവളുടെ നഷ്ടമായിട്ട് ഞാൻ കാണും. അവളെന്തായാലും പോവാൻ മതിയാകും. അവരത് പറഞ്ഞു കേട്ടപ്പോൾ കുക്കിക്ക് എന്തോ വല്ലാത്ത സങ്കടമോ എന്തോ തോന്നി. എന്നാൽ ശരി കിറ്റി, ഹോബി, താൻ യോഗിനോട് പറയണ്ടോ? ഞാൻ വീട്ടിലേക്ക് പോവാം. എന്തായാലും പ്രോഗ്രാമെല്ലാം കഴിഞ്ഞല്ലോ. താൻ യോഗിനോട് പറയണ്ടോ? ഓക്കെ ഓക്കെ, എന്നാൽ ശരി. എന്നാൽ താൻ പോയി വാ. അങ്ങനെ കുക്കിയും വീട്ടിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാൻ വർക്കൗട്ടായെന്ന്. ശരിയാ. പക്ഷേ തേയ ഇങ്ങനൊരു കളി ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യാം? അത് ശരിയാ. അവൾ കുറയിലേക്ക് പോയ കുക്കിയുടെ അവസ്ഥ എന്താ ചെയ്യാം നമ്മളിപ്പോൾ? എടി, എനിക്കെന്താണെന്നറിയില്ല. നമ്മുടെ ചിമ്മിച്ചായനുണ്ടല്ലോ, ആൾക്ക് ഈ കാര്യങ്ങളൊക്കെ സംശയമുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. അത് ശരിയാ. ആ കോമ്പറ്റീഷനിൽ നമ്മൾ ആരും അറിയാതെ അവരാണെന്ന് പേരെന്ന് പറഞ്ഞതും, അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും
പലതുമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമ്മൾ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് എനിക്ക് ആ സംശയമുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അച്ചായനോടൊന്ന് പറഞ്ഞാലോ? എനിക്ക് ഉറപ്പുണ്ട് അച്ചായൻ എന്തായാലും നമ്മളെ സഹായിക്കും. ഇനി ഒന്നും അറിയില്ലെങ്കിലും, കാരണം സോൾമേറ്റിൻ്റെ കാര്യമല്ലേ. അത് നീ പറഞ്ഞ നല്ലൊരു ഐഡിയ. കാരണം തേയാന്ന് വെച്ചാൽ ചിമ്മിച്ചാൻ ജീവനാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് എന്തായാലും കാര്യം നാളെ തന്നെ പറയാം എല്ലാം. ഓക്കെ, ഡൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ, ഗ്രൗണ്ടിലേക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തേയുടെ വീട്ടിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി വെറും ഒരു ദിവസം ഞാനിവിടെ. മോളെ, നീ കരയാണോ? എന്തിനിങ്ങനെ കരയുന്നേ? എന്തു പറ്റി? കുക്കെ വീണ്ടും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, എന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാ എൻ്റെ മോളിങ്ങനെ കരയുന്നേ? അമ്മയോട് പറ. അത് അമ്മേ, എനിക്ക് ടിക്കറ്റ് കിട്ടി അമ്മേ പോകാൻ. എന്താ മോളെ, ടിക്കറ്റ് ഇത്രയും പെട്ടെന്ന് കിട്ടിയെന്നോ? എന്നിട്ട് നീ ഇത് ചിമ്മിയോട് പറഞ്ഞോ? അമ്മേ, ഇത്രയും പെട്ടെന്ന് തന്നെ കിട്ടി. ഞാൻ തൊട്ട് പ്രതീക്ഷയില്ല. അത് മറ്റന്നാൾ രാവിലെ എനിക്കിവിടുന്ന് പോകേണ്ടി വരും അമ്മേ. എന്താ മറ്റന്നാൾ രാവിലെയോ? അതിങ്ങായല്ലോ. അതെ അമ്മേ, ഞാനാണ് ചിമ്മിച്ചായോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കെന്തോ പറയാൻ പറ്റിയില്ല. മോളെ, ഇത്രയും പെട്ടെന്ന് നിനക്ക് പോകണോ? അത് ക്യാൻസൽ ചെയ്തൂടെ? ഇല്ലമ്മേ, ഞാൻ ക്യാൻസൽ ചെയ്യില്ല. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ചിമ്മിയോട് നീ ഒന്നും പറയാതെ പോകരുത്. അവനോട് പറഞ്ഞിട്ട് എല്ലാം തീരുമാനിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അവനെന്ത് വിചാരിക്കും? ഇല്ലമ്മേ, ചിമ്മിച്ചാൻ എന്ത് പറയാൻ? ചിമ്മിച്ചാൻ സങ്കടം ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ടാക്കി ചെയ്യുള്ളൂ. എൻ്റെ ചിമ്മിച്ചാനെ എനിക്കറിയില്ലേ, അത് സന്തോഷം ഉണ്ടാവുള്ളൂ. നമുക്ക് അന്ന് പറയാം, അന്ന് രാവിലെ വീട്ടിലേക്ക് വരാൻ പറയാം. എന്നിട്ടൊരു സർപ്രൈസ് കൊടുക്കുക. അത് വേണം മോളെ. അങ്ങനെ ചെയ്താൽ അവന് ദേഷ്യം ഉണ്ടാവില്ലേ? ഇല്ലമ്മേ, എല്ലാം ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് ആ ദിവസം നമ്മുടെ തേയ ഉറങ്ങിയതേയില്ല. പിറ്റേന്ന് രാവിലെ അവൾ കോളേജിലേക്കും പോയില്ല. ഹോബി തേയ വന്നില്ലല്ലോ, ചിമ്മിയും എത്തിയില്ല. എന്താ പറ്റിയവർക്ക്? അറിയില്ലടാ, എന്താ പറ്റിയെന്നാവും. ഞാനാണെങ്കിൽ കുറേ വിളിച്ച് തേക്ക്, അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചിമ്മി എത്തില്ല കക്ഷി. നമുക്ക് ചിമ്മിയോട് ചോദിച്ചു നോക്കാം. ഓക്കെ, വാ നമുക്ക് ചോദിച്ചു നോക്കാം. തേ എത്തില്ലേ? നിങ്ങൾ 2 പേര് വന്നിട്ടുള്ളൂ. തേ എവിടെ പോയി? ഇത് കൊള്ളാം. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ നിൽക്കുക, അപ്പം നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്താ നീ എന്തൊക്കെയാ ഇപ്പോൾ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല, എന്നോടും അവൾ പറഞ്ഞിട്ടില്ല ഒന്നും. എല്ലാവരും ഉണ്ടല്ലോ, തേയ വന്നില്ലേ? അവളെവിടെ? ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നെന്താ തേയ വന്നില്ലേ? അവളെവിടെ? ജങ്കു, ഗുഡ് മോർണിംഗ്. വന്നില്ലടാ, എന്താ പറ്റിയെന്നറിയില്ല. എന്നിട്ട് നിങ്ങളാരും വിളിച്ചു നോക്കിയില്ലേ? എന്താ വരാത്തതെന്ന്? അവൾ വരാത്ത കണ്ട ആ നിമിഷം മുതൽ ഞാൻ അവളെ വിളിക്കാൻ തുടങ്ങിയത്. ഇതുവരെ അവൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്താ പറ്റിയെന്നാവോ? നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആൻറ്റിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ആൻറ്റി പറയുമല്ലോ എന്താണെന്ന്. അങ്ങനെ ചിമ്മിൻ ആൻറ്റിക്ക് വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം, ചിമ്മി, ആൻറ്റി എന്താ പറഞ്ഞേ? ആൻറ്റി പറഞ്ഞത് ഒന്നും വിട്ട് പറഞ്ഞില്ല. ഇന്ന് ഈവനിങ്ങിന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അല്ല, ഇനി വല്ല ഫേവറും പിടിപ്പെട്ടോ? എന്താ പറ്റിയേ? ഹേയ് കിറ്റി, കൂൾ, ഡോൺ വറി. അവൾക്ക് ഫേവറൊന്നുമില്ല. ഞാൻ ചോദിച്ചു ആൻറ്റിയോട്, അപ്പം ഇല്ലെന്നാ പറഞ്ഞേ. അങ്ങനെയാണോ? അങ്ങനെ അപ്പോൾ അതിന് മിസ്സ് ക്ലാസ്സിൽ വന്നു. പിന്നെ അവർ ക്ലാസ്സൊക്കെ എടുത്ത് അറ്റ് ഈവനിങ്. ചിമ്മി, താൻ
അവിടെ പോയിട്ട് എന്താ വിവരം അറിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കുമോ? അല്ല അതിപ്പോൾ എന്തിനാ? എന്താടാ വല്ലതും ഉണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അവൾക്ക് ഫേവർ എന്ന് പറഞ്ഞപ്പോൾ എന്താന്ന് അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ അങ്ങനെയാണോ? എന്നാൽ ശരി, ഞാൻ അവിടെ എത്തിയിട്ട് കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. ആ ഓക്കെ ജിമ്മി, താങ്ക് യു. എന്നാൽ ശരി, എന്നാൽ നമുക്ക് നാളെ കാണാം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി. ജിമിൻ തേടെ വീട്ടിലേക്ക്. ആൻറ്റി ഞാൻ വന്നു. എവിടെ രണ്ടുപേരും? ഹലോ. അപ്പോഴാണ് ചിമ്മിയുടെ കണ്ണിൽപ്പെട്ടത്. മേശമേൽ ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു, പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ചിമ്മി മോനെ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. തേയ മുകളിലുണ്ട്, നിന്നെ കാത്തിരിക്കുക. ആൻറ്റി. അല്ല ആൻറ്റി, ഇതെന്താ? ഇത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. നിങ്ങൾ എവിടേക്കെങ്കിലും പോവുകയാണോ? അതല്ലോ, പോവാണല്ലോ. എവിടേക്ക് പോകുന്നേ? അല്ല താനെന്തൊന്ന് കോളേജിലേക്ക് വരാഞ്ഞേ? ഞാനിന്ന് കുറച്ച് ബിസി ആയിരുന്നു, അതാ കോളേജിലേക്ക് വരാഞ്ഞേ. പിന്നെ പോകുന്നത് അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് പോകുന്നത്. എന്താ നീയോ? എവിടേക്ക് പോകുന്നേ? വേറെ എവിടേക്ക് പോകാൻ? കൊറിയയിലേക്ക് പോകാണ്. അല്ലാതെ ഞാൻ എവിടേക്ക് പോകാനാ? എന്താ കൊറിയയിലേക്കോ? എപ്പോൾ? നാളെ മോർണിംഗ് 5 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പറക്കും കൊറിയയിലേക്ക്. അപ്പോൾ നീ കുക്കിയെ മറക്കാൻ തന്നെ തീരുമാനിച്ചോ? എന്താ കുക്കിയെ മറക്കാൻ ചിമ്മിച്ചായനെല്ലാം അറിയായിരുന്നു? എനിക്കറിയായിരുന്നു. നീ എന്താ എന്നോട് ഇതൊന്നും പറയാഞ്ഞേ? എനിക്ക് തോന്നിയിരുന്നു 2 ദിവസമായിട്ട് നിൻ്റെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന്. എന്തോന്നുണ്ടെന്ന്. സോറി ചായ, എനിക്ക് പറ്റില്ല. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് കുക്കിയെ മറന്നേ പറ്റൂ. നീ കരയാതെ. നീ എന്തിനാ നെഗറ്റീവ് ചിന്തിക്കുന്നേ? ഒരു പക്ഷേ കുക്കിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലോ? നീ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു നോക്ക്, എന്നിട്ട് പോരെ ഇതൊക്കെ. കുക്കിക്ക് അറിയാം ഇച്ഛായ അല്ല. ഇച്ഛായനെങ്ങനെ മനസ്സിലായത് ഇതെല്ലാം? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, സമ്മതിച്ചു. അല്ല എന്നിട്ട് നീ പോകുന്ന കാര്യം കുക്കിയോട് പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോയതിന് ശേഷം പറഞ്ഞാൽ മതി. ഒരു സർപ്രൈസ് ഗുഡ് ന്യൂസ് ആയിക്കോട്ടെ. ഇറ്റ്സ് ഹാപ്പി ഫോർ ദാറ്റ്, വെരി ഹാപ്പി ഫോർ ദാറ്റ്. തേയ, ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന ക്വസ്റ്റ്യൻ നിൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, അവനെങ്ങനെ നിനക്കത് ഇത്ര ഉറപ്പ്? അവനെ ഹാപ്പി ആയിരിക്കുന്നത്, നിന്നെ ഇഷ്ടമല്ല എന്നത്? നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഈ ഇടയായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ട് പോലുമില്ല. അവൻ എന്നോട് ഇത്ര നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, എന്തൊരു കെയറിങ് ചെയ്യുന്നുണ്ട് നിന്നെ. നീ അത് ശ്രദ്ധിക്കുന്നില്ലേ? ശരിയാ, ഇച്ഛാൻ പറഞ്ഞു ശരിയാ. ഹീസ് കെയറിങ്, എന്നെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് ഈ ഇടയായിട്ട്. അതിന് കാരണം ഞാൻ എന്നേക്കുമായിട്ട് അവൻ്റെ അടുത്തുനിന്ന് പോവാണെന്ന ആ ഒറ്റൊരു റീസൺ കൊണ്ട് മാത്രമാണ് എന്നോട് ഇത്ര നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ഈ തന്ന നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടുന്നത്. ഓക്കെ, എനിക്കറിയാം നിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അത് തന്നെയായിരിക്കും ശരി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാനെന്തായാലും ഈ വിവരം കുക്കിയെ വിളിച്ച് പറയാൻ പോവുക. വേണ്ട ചായ, ഇപ്പോൾ ഒന്നും പറയണ്ട പ്ലീസ്, ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഹോബിയോടും യുഞ്ചിനോടൊക്കെ ഷുഗർച്ചാനോടൊക്കെ ഞാനിപ്പോൾ കോൾ ചെയ്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവരെ ഒന്നും വിവരം അറിയിക്കാനില്ല. കുക്കിയെ ഞാൻ പോയതിന് ശേഷം പറഞ്ഞാൽ മതി പ്ലീസ്. അങ്ങനെ ചിമ്മിയെ കൺവിൻസ് ചെയ്ത് അവസാനം ചിമ്മി സമ്മതിച്ചു. ഓക്കെ, ഞാൻ പറയുന്നില്ല എന്ന്. എന്നിട്ട് നെക്സ്റ്റ് മോർണിംഗ് 4:30 ഇച്ഛായ, അമ്മേ ഞാൻ പോയിട്ട് വരാം. മോളെ നീ ഇങ്ങനെ കരയല്ലേ,
എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ കരഞ്ഞോണ്ട് എങ്ങനെ ഇവിടെ നിന്ന് പോയാൽ എനിക്ക് സമാധാനം കിട്ടും? പ്ലീസ് നീ കരയല്ലടി, പ്ലീസ് മോളെ. ദയ, നീ കരയല്ലേ. അമ്മ പറഞ്ഞ പോലെ നീ നീ ഇങ്ങനെ കരയല്ലേ. അവരാരും നീ എന്തിനാ അവരോടൊക്കെ വരണ്ടെന്ന് പറഞ്ഞേ? അവരെ ഞാൻ ഇവിടുന്ന് കണ്ടില്ല ചായ. എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ചായ. അതുകൊണ്ടാണ് ഞാൻ അവരോട് ആരോടും വരണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ ഒരുപാട് കരഞ്ഞ് അങ്ങനെ നമ്മുടെ തേയ കുറയിലേക്ക് പോയി. ഇതൊന്നും അറിയാത്ത ഒരാളുണ്ട്, നമ്മുടെ കുക്കി. ഇയാളിതൊക്കെ അറിയുമ്പോൾ എന്താ അവസ്ഥ അല്ലേ? നമുക്ക് കുക്കിയുടെ അടുത്തൊന്ന് പോയി നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കാം. ഇപ്പം എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുക. അതുകൊണ്ട് എനിക്ക് കുറേ ഒന്നിനും ക്ലിയർ ആക്കണം. എൻ്റെ മാക്സിമം ലെങ്ത് അതിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി കൂട്ടാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് നോക്കാം നമ്മുടെ കുക്കിയുടെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ബൈ, സീ യു.